ഹായ് ഫ്രണ്ട്സ്, ഞാൻ എല്ലാ നോമ്പ് മാസവും കോയമ്പത്തൂർ പള്ളിയിൽ വരാറുണ്ട് കേട്ടോ. ചില ഷോപ്പിങ്ങിൻ്റെ ആവശ്യത്തിനാണ് ഇവിടെ വരുന്നതെങ്കിലും ഈ നോമ്പ് മാസത്തിൽ ഇവിടെ ഈ അത്തർ ജുമാ മസ്ജിദിൽ, അതായത് തമിഴ്നാട്ടിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്നൊക്കെ അറിയപ്പെടും. ഇവിടെ ഈ ഒരു എന്താ പറയുക, അതിപ്രസക്തമായ ഈ ഒരു കഞ്ഞി ഉണ്ട് കേട്ടോ അവിടെ. അതായത് മട്ടനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞിയാണ്. അപ്പോൾ ഇതിവിടെ ഒരു 4 മണി മുതൽ 6 മണി വരെ വിതരണം ചെയ്യും. ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ കഞ്ഞി ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നീട് ബാക്കി വരുന്ന കഞ്ഞി ഇവിടെ നോമ്പ് തുറ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും കൂടെ നോമ്പ് തുറയിലൊക്കെ പങ്കെടുത്ത് ചില ഷോപ്പിംഗൊക്കെ നടത്തി ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എല്ലാ നോമ്പ് മാസവും കോയമ്പത്തൂർ പള്ളിയിൽ വരാറുണ്ട് കേട്ടോ. ചില ഷോപ്പിങ്ങിൻ്റെ ആവശ്യത്തിനാണ് ഇവിടെ വരുന്നതെങ്കിലും ഈ നോമ്പ് മാസത്തിൽ ഇവിടെ ഈ അത്തർ ജുമാ മസ്ജിദിൽ, അതായത് തമിഴ്നാട്ടിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്നൊക്കെ അറിയപ്പെടും. ഇവിടെ ഈ ഒരു എന്താ പറയുക, അതിപ്രസക്തമായ ഈ ഒരു കഞ്ഞി ഉണ്ട് കേട്ടോ അവിടെ. അതായത് മട്ടനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞിയാണ്. അപ്പോൾ ഇതിവിടെ ഒരു 4 മണി മുതൽ 6 മണി വരെ വിതരണം ചെയ്യും. ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ കഞ്ഞി ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നീട് ബാക്കി വരുന്ന കഞ്ഞി ഇവിടെ നോമ്പ് തുറ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും കൂടെ നോമ്പ് തുറയിലൊക്കെ പങ്കെടുത്ത് ചില ഷോപ്പിംഗൊക്കെ നടത്തി ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.